ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മോനിക്ക. വടക്കൻ ആഫ്രിക്കയിലെ തഗാസ്തയിൽ ഏതാണ്ട് 331 വിശുദ്ധ മോനിക്ക ജനിച്ചത്. തങ്ങളുടെ നിശബ്ദങ്ങളായ മാർഗങ്ങളിലൂടെ പുരാതന സഭയിൽ സ്വാധീനം ചെലുത്തിയ പുണ്യവതികൾക്ക് ഒരു ഉദാഹരണമാണ് വിശുദ്ധ മോനിക്ക. തൻ്റെ കണ്ണീരും പ്രാർത്ഥനകളും വഴി വിശുദ്ധ അഗസ്റ്റിനെ തിരുസഭയ്ക്ക് നൽകുകയും അതുവഴി ഭൂമിയിലെ ദൈവരാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തൻ്റേതായ ഒരു സ്ഥാനം നേടാനും വിശുദ്ധയ്ക്ക് സാധിച്ചു. പാട്രീഷ്യസ് എന്ന വിജാതീയനായിരുന്നു അവളെ വിവാഹം ചെയ്തത്. വളരെയേറെ മുൻകോപിയായിരുന്നു അവളുടെ ഭർത്താവ്. അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ജീവിതത്തിലെ സഹനം വഴിയാണ് വിശുദ്ധയ്ക്ക് ഇത്രയേറെ സഹനശക്തി ഉണ്ടായതെന്ന് അനുമാനിക്കപ്പെടുന്നു. തൻ്റെ ക്ഷമ വഴി അവളുടെ ഭർത്താവിനെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് നയിക്കാൻ വിശുദ്ധയ്ക്ക് സാധിച്ചു. 3 മക്കളെ നൽകി ദൈവം വിശുദ്ധയെ അനുഗ്രഹിച്ചു. നവജിയോസ്, പെർപ്പച്ചുവ, അഗസ്റ്റിൻ എന്നിവരായിരുന്നു അവർ. അഗസ്റ്റിൻ്റെ 19ാമത്തെ വയസ്സിൽ അവൻ്റെ പിതാവ് മരണപ്പെട്ടു. എല്ലാ തരത്തിലും പാപങ്ങളും ധാരാളിത്തവും വഴി യുവാവായ അഗസ്റ്റിൻ തൻ്റെ മാതാവിന് എന്നും ഒരു തലവേദനയായിരുന്നു. തൻ്റെ പരിശ്രമങ്ങളെല്ലാം വൃഥാവിലായപ്പോൾ മകനെ വീട്ടിൽ പ്രവേശിക്കുന്നതിൽ നിന്നും അവൾ വിലക്കി. എന്നാൽ ഒരു ദർശനത്തെ തുടർന്ന് അവൾ അവനെ വീണ്ടും വീട്ടിൽ പ്രവേശിപ്പിച്ചു. അഗസ്റ്റിൻ റോമിലേക്ക് പോകാൻ പദ്ധതിയിടുന്നുണ്ടെന്നറിഞ്ഞ് അവൾ അവനെ അനുഗമിക്കാൻ തീരുമാനിച്ചു. എന്നാൽ വിശുദ്ധ തുറമുഖത്തെത്തിയപ്പോഴേക്കും അവൻ കപ്പലിൽ കയറിയിരുന്നു. തുടർന്ന് അവൾ അവനെ പിന്തുടർന്ന് മിലാനിലെത്തി. മിലാനിൽ വെച്ചാണ് വിശുദ്ധ തൻ്റെ മകൻ്റെ മതപരിവർത്തനത്തിനുള്ള പാത തയ്യാറാക്കുന്നത്. ഒടുവിൽ അവളുടെ കണ്ണുനീർ ആനന്ദമായി. അഗസ്റ്റിൻ ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും അവളുടെ അശ്രാന്ത പരിശ്രമത്തിന് വിരാമമാവുകയും ചെയ്തു. ആഫ്രിക്കയിലേക്കുള്ള തൻ്റെ മടങ്ങിവരവിൽ 66ാമത്തെ വയസ്സിൽ ഓസ്റ്റിയയിൽ വെച്ചാണ് വിശുദ്ധ മരണപ്പെടുന്നത്. ആമേൻ.